ഓക്കെ. ഇന്ന് നമുക്ക് വചനം വായിക്കാനായിട്ട് കർത്താവ് എന്നെ ഓർപ്പിച്ചു തന്ന ഭാഗം വായിക്കുന്നു. സഭാപ്രസംഗി 4-ാം അധ്യായം, എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 4 വേഴ്സ് 9 to 12. ഞാനിത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന്റെ. ആ സമയത്ത് എങ്ങനെ കർത്താവിനെ പറ്റി നമ്മൾ എവിടെ പോയാലും എങ്ങനെ കർത്താവിനെ പറ്റി ഷെയർ ചെയ്യാം, കർത്താവിനെ പറ്റി മറ്റുള്ളവരോട് പറയാം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റില് ഏത് ഭാഗമാണെന്ന് ചിന്തിച്ചപ്പോൾ അന്നേരം കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ഭാഗമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഇത് ആക്ച്വലി അപ്പൊ ഞാൻ ഓർത്തു, ഇത് തന്നെയാ കർത്താവ് ഇന്ന് എനിക്ക് ഇവിടെയും ഷെയർ ചെയ്യാനായിട്ട് ദൈവം തന്നത്. സാധാരണ ഇത് നമ്മള് അങ്ങനെ സംസാരിച്ച് കേൾക്കാറില്ല, എന്നാലും ഞാൻ വായിക്കാം. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്തിൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായകൊണ്ട് അവൻ അയ്യോ കഷ്ടം. 2 പേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ഞാന് എൻ്റെ ഹോസ്പിറ്റൽ ലൈഫില് ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് ആക്ച്വലി ഇത്. ഞാൻ ആദ്യം ജോലി ചെയ്ത സമയത്ത് ഞാൻ അവിടെ തനിയെ ജോയിൻ ചെയ്തത്, തനിയെ വർക്ക് ചെയ്തത്. പക്ഷെ വളരെ കുറെ നാൾ എനിക്ക് ടീമായിട്ട് വർക്ക് ചെയ്യാനൊന്നും ആരും ഇല്ലായിരുന്നു. അപ്പൊ ചില സമയത്ത് നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ കാണും. പക്ഷെ എന്നാൽ കാലക്രമേണ ദൈവം ഒരാളെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് തന്നു. അതെനിക്ക് വലിയ പ്രയോജനമായി. അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്നു. എൻ്റെ ഫ്രണ്ട്സ് കൂടെ വന്നു, കൊളീഗ്സ് കൂടെ വന്നു, കൂടെയുള്ള ഡോക്ടേഴ്സ് വന്നു. അപ്പൊ അത് വളരെ ബലമായി. അപ്പം പൗലോസ് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, തിമോത്തിയോസിനെ പറ്റി, നിങ്ങളെ പറ്റി സെയിം രീതിയിൽ ചിന്തിക്കുന്ന, ലൈക്ക് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്ന വേറെ ആരും തിമോത്തിയോസിനെ പോലെ ഇല്ല. എന്ന് വെച്ചാൽ പൗലോസിനും അതേപോലെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരാൾ വേണമായിരുന്നു. അപ്പൊ ഇന്ന് ഈ വാക്യത്തിൽ നമുക്ക് 2-3 കാര്യങ്ങൾ നോക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഒറ്റയ്ക്കായിട്ട് ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് വേറൊരുത്ത് പറഞ്ഞിരിക്കുന്നത്, ദൈവം ഏകാകികളെ കുടുംബസ്ഥരാക്കും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഒരു ടീമിന്റെ ഒരു ഹസ്ബൻഡും വൈഫുമാണ്. ഒരു ഹസ്ബൻഡും വൈഫും ഒരേ മനസ്സോടെ ഒരേ ടീം സ്പിരിറ്റില് പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനം വളരെ ഫലമായിരിക്കും. അതേസമയം അവര് 2 മനസ്സായിട്ട് 2 രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഒരു കാരണവശാലും അത് പ്രയോജനമാവത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരാളുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ ഉള്ള ഗുണമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. ദൈവവചനം അങ്ങനെ പറയുന്നത്. നമ്മള് സഭാ ബന്ധത്തിലായാലും കുടുംബ ബന്ധത്തിലായാലും വർക്ക് പ്ലേസിലായാലും നമ്മൾ ഒരിക്കലും ഒറ്റയാനായിട്ട് അല്ലെങ്കിൽ ഒറ്റയായിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്യാം, ഞാൻ തന്നെ ചിന്തിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, അങ്ങനെ 2 പേർ, നമുക്ക് ഒരാളില്ലെങ്കിൽ കർത്താവിനോട് ചോദിച്ച് വാങ്ങിക്കാം, ഒരാളെയും കൂടെ കർത്താവ് തരും. നമ്മള് കർത്താവിന്റെ വഴിയിലും വേലയിലും ആണെങ്കിൽ പലപ്പോഴും നമ്മൾ ചോദിക്കാതെ തന്നെ കർത്താവ് തരും. എന്നാൽ എപ്പോഴും നമുക്ക് വിശ്വാസത്തില് നമ്മളെ ബലപ്പെടുത്താനായിട്ട് ഒരാൾ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. എമ്മൗസിലോട്ട് പോയ ശിഷ്യന്മാരുടെ കാര്യം നമ്മൾ ലൂക്കോസ് 24-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവർ 2 പേരും കൂടെ ഒരുമിച്ച് പോയി. അവർ 2 പേരും കൂടെ ഒരുമിച്ച് പോയപ്പോഴാണ് അവരുടെ ജീവിതത്തില് മൂന്നാമതായിട്ട് കർത്താവ് വന്നത്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാ അതിന്റെ ഫലങ്ങളെന്ന് നമുക്ക് നോക്കാം. തങ്ങളുടെ പ്രയത്നത്തിന് നല്ല പ്രതിഫലം, ദേ വിൽ ഹാവ് ഗുഡ് റിട്ടേൺ ഫോർ ദെയർ ലേബർ എന്ന. അപ്പൊ ആക്ച്വലി എപ്പോഴും നമ്മൾ ഒരാളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നല്ല ഗുഡ് റിട്ടേണാ. കാരണം എനിക്ക് പറ്റാത്തത് ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ പല സർജറീസ്, ഒരു കീഹോൾ സർജറി ഞാൻ ട്രെയിൻ ചെയ്തു. പക്ഷെ ഞാൻ അത് ഒരിക്കലും എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ സാധിച്ചില്ല. അതേസമയം ഡോക്ടർ ഐവി വന്നപ്പോഴാണ്, ഡോക്ടർ ഐവി ആ കീഹോൾ സർജറിയിൽ ഐവിയും കൂടെ സ്പെഷ്യലൈസ് ചെയ്തപ്പം ഞങ്ങൾക്ക് വലിയൊരു ടീമായി. കാരണം ഒരാൾക്ക് പറ്റാത്ത കാര്യങ്ങൾ വേറൊരാൾ ചെയ്യും.
എല്ലാ കഴിവുകളും ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ദൈവം ചില കഴിവുകൾ ചിലർക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരാൾ ചെയ്തത് തന്നെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയേ വേണ്ട. നമ്മൾ ഒരു ജിക്സോ പസിലിൽ ഓരോ പീസസ് ഫിറ്റ് ഇൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ തന്നെ ഒരാൾക്ക് ഹസ്ബൻഡിന് ചെയ്യാൻ പറ്റുന്ന, എല്ലാ ഹസ്ബൻഡ്സും ഒരുപോലെയല്ല, എല്ലാ വൈഫ്സും ഒരുപോലെയല്ല. ദൈവം യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ഹസ്ബൻഡിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കാണും, അതിന്റെ ബാക്കിയുള്ള കഴിവുകൾ വൈഫിനെ ആയിരിക്കും ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം. അതുപോലെ തിരിച്ചു. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരു അമ്മയും മോളും മാത്രമേ കാണുള്ളൂ എന്ന് വിചാരിച്ചോ, ആ അമ്മയും മോളും തന്നെ ദൈവം ആ രണ്ടുപേരായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ ഏതെങ്കിലും ഒരു കാരണവശാൽ, നമുക്ക് നവോമിയുടെയും രൂത്തിന്റെയും കാര്യം അറിയാമല്ലോ, അവർ രണ്ടുപേരും കൂടെ ചേർന്നപ്പോ, അവർക്ക് ഒരുമനപ്പെട്ട് ചേർന്നപ്പോ എത്ര അനുഗ്രഹമായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. ദേ ഹാവ് ഗുഡ് റിട്ടേൺ ഫോർ ദെയർ ലേബർ. ഇനി അടുത്തത് എന്തുവാ? വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായകൊണ്ട് അവന് അയ്യോ കഷ്ടം. സോ ചിലപ്പോ നമ്മൾ വീണ് പോയെന്നിരിക്കും, നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കാണും. അപ്പൊ മറ്റേയാൾ നമ്മളെ എഴുന്നേൽപ്പിക്കും. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് കാര്യം എന്തോന്നറിയാമോ? നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയണം. നമ്മുടെ ലൈഫ് സീക്രട്ടീവായിട്ട് വെക്കരുത്. എപ്പോഴും നമ്മുടെ ലൈഫിലെ ആവശ്യങ്ങളും പ്രയാസങ്ങളും നമ്മൾ മറ്റുള്ളവരോട്, എല്ലാവരോടും ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ ദൈവം ആരെങ്കിലും തരും ഷെയർ ചെയ്യാനായിട്ട്. അവരെന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങോട്ട് പോയി പറയാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ ഒരു ക്രിസ്തുവിലുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ഓർക്കും, എപ്പോഴും അത് വളരെ നല്ലതാണ്. പലരുടെ അടുത്തും സംസാരിക്കുമ്പോൾ ചിലപ്പോ എനിക്ക് തെറ്റായിട്ടുള്ള വശങ്ങൾ ചിലപ്പോ എന്റെ മോളായിരിക്കും എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. സോ വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായകൊണ്ട് അവന് അയ്യോ കഷ്ടം. അപ്പൊ ഒന്നായിട്ട് ചിലപ്പോ ഒരു വീട്ടിൽ ഒരാളെ കാണുള്ളൂ, താമസിക്കാൻ തന്നെ വേറെ ആരും കൂടെ കാണത്തില്ലായിരിക്കും. അവർക്ക് ദൈവം ആരെങ്കിലും കൊടുക്കും. നമ്മളായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം അതിന്. നമ്മുടെ ലൈഫ് ഷെയർ ചെയ്യാൻ നമുക്ക് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഏകാഗികളാവത്തില്ല. ഒരു വീട്ടിൽ തന്നെ താമസിച്ചാൽ പോലും നമ്മൾ ഏകാഗികളാവത്തില്ല. കാരണം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരോട് പറയുക ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഫ്രണ്ട്സ് ഉണ്ടാവും. കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്കത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, നമ്മൾ അറിയാതെ പറയും. നമ്മളത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് ആരും കാണത്തില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് കർത്താവിനെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് അറിയാതെ നമുക്കൊരു പ്രയർ ഫെലോഷിപ്പ് വരും. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെയാണ് നമുക്ക് ഈ രണ്ട് ഗുണവും ഉണ്ടാവുന്നത്. ഇനി മൂന്നാമത്തെ ഗുണം പറഞ്ഞത്, രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? അപ്പൊ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഫെലോഷിപ്പ് അത് കാണിക്കുന്ന കൂട്ടായ്മ. രണ്ടുപേര് ഒരുമിച്ച് ചേർന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ചൂടുണ്ട്, അതൊരു വാംത്ത് ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. നമ്മൾ തനിയെ ഒരു ബീച്ചിൽ പോവാന്ന് വിചാരിച്ചു, അതിനേക്കാട്ടിലും എത്ര സന്തോഷമാ ഒരാളും കൂടെ ചേർന്ന് ഒരു കടൽപ്പുറത്ത് പോയി എല്ലാം ആസ്വദിച്ച് തിരിച്ചു വരുന്നത്. അപ്പം എപ്പോഴും ദൈവം അങ്ങനെയാ. ആദ്യം ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാം ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട് ഹവ്വായെ സൃഷ്ടിച്ചു. ദൈവം ഏറ്റവും ബെസ്റ്റ് കൂട്ട ആദാമിനെ കൊടുത്തേ. 12ാമത്തെ വാക്യം ആ കാര്യം പറയുന്നത്, ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടു പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. അത് എത്ര വലിയ കാര്യമാണ്. വളരെ കറക്റ്റ് അല്ലേ? ഞാൻ പലപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ഐവി പറയും, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് സാരമില്ല, നമുക്ക് ഒരുമിച്ച് അത് പ്രാർത്ഥിക്കാം, ദൈവം അത് സോൾവ് ചെയ്യും. ആത്മീയ കാര്യങ്ങളായിരിക്കും, ഹോസ്പിറ്റലിലെ കാര്യങ്ങളായിരിക്കും, എന്തുവാണെങ്കിലും. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ സാത്താന്റെ ശക്തികളെ എതിർത്ത് നിൽക്കണമെങ്കിൽ പോലും രണ്ടു പേര് വേണം. കാരണം കർത്താവ് മത്തായി 18 പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേര് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അത് പിതാവ് ചെയ്തു തരുമെന്ന്. അപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത്, മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. അതാണ് എനിക്ക് ഏറ്റവും ബ്ലെസ്ഡ്. ഈ രണ്ടു പേരുടെ കൂടെ മൂന്നാമനായിട്ട് കർത്താവുണ്ട്. നമ്മൾ സാധാരണ ഇത് കല്യാണങ്ങൾക്കൊക്കെ വായിക്കുന്ന വാക്യമാ, പക്ഷെ ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഏത് കാര്യത്തിനായാലും
ഉപ്പിരിച്ചരട് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ അറ്റുപോകുകയില്ല. അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ്, ഭൂമിയിലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് ചിലപ്പോൾ അത് അറ്റുപോകും. കാരണം പ്രശ്നങ്ങൾ വരാം, ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ രണ്ടുപേരും പ്രശ്നത്തിൽ ഇൻവോൾവ് ആകാം. പക്ഷെ അതിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിലോ എത്ര വലിയ ബ്ലെസ്സിങ്. ഞാൻ ഓർക്കുമായിരുന്നു ഈ സഭാപ്രസംഗം എഴുതി വെച്ചിരിക്കുന്ന ശലോമോൻ രാജാവ് എത്ര ഒരു നമുക്ക് ശലോമോൻ രാജാവിനെ പറ്റി അറിയാമല്ലേ, വളരെ മോശം എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ അവസാനിച്ച ഒരു മനുഷ്യനാ. വളരെ നന്നായിട്ട് തുടങ്ങി, പക്ഷെ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കാതെ വളരെ തെറ്റിപ്പോയി. അവസാനം വളരെ നിരാശയുടെ വാക്കുകളാണ് ഈ സഭാപ്രസംഗിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവം എന്തിനാ അത് ഈ വചനത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷന് വേണ്ടിയാ, നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയാ. ആ ശലോമോൻ പറഞ്ഞ ഈ വാക്കിൽ, ജ്ഞാനിയായ ശലോമോൻ എന്നാ പറയുന്നത്. ശലോമോൻ ജ്ഞാനം ഉണ്ടെങ്കിലും ശലോമോൻ അത് തന്റെ ജീവിതത്തിലാക്കാൻ പറ്റിയില്ല. എന്നാൽ ആ ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ട് ദൈവം അത് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കത് വളരെ ശ്രദ്ധയോടെ നമുക്ക് നോക്കാം. നമ്മൾ ഒരിക്കലും തനിയെ ആയിട്ട് ഒരു കാര്യവും നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് ഉള്ളെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആദ്യം തനിയായിരുന്നു. പക്ഷെ ദൈവം, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കുറച്ചുനാൾ ഞാനൊരു സ്ഥലത്ത് കൊട്ടക്കാട് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ കുറച്ചുനാൾ ജോലി ചെയ്തു. അവിടെ എനിക്കൊരു നേഴ്സ് ഉണ്ടായിരുന്നു. അവള് ഒത്തിരി പ്രയാസങ്ങളൊക്കെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ അവളുമായിട്ട് കുറെ നേരം ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി. 9 മാസമേ ഞങ്ങൾ വർക്ക് ചെയ്തുള്ളൂ അവിടെ. ഒരു 20 വർഷം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ അവളെ കുറച്ച് നാളായിട്ട് പുഷ്പഗിരിയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് അവൾ അവിടെ വർക്ക് ചെയ്യപ്പം എന്തോ ഒരു സന്തോഷവും സ്നേഹവും അവളെ കാണുമ്പോഴും എന്ന് പറഞ്ഞതിന്റെ കൂട്ട് നമുക്ക് എപ്പോഴും നമ്മൾ എവിടെ പോയാലും നമ്മളോട് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് മിണ്ടി സ്നേഹബന്ധം സ്ഥാപിക്കണമെന്ന് ചിന്തിക്കരുത്. നമ്മൾ എല്ലാ ദിവസവും കർത്താവെ ഇന്ന് ഞാൻ ആരുടെ കൂടെയാ ഷെയർ ചെയ്യേണ്ടത്, ആരുടെ കൂടെയാ കർത്താവിനെ പറ്റി പറയേണ്ടത്, ആരുടെ കൂടെ ഒരു ബന്ധം സ്ഥാപിക്കേണ്ടത്, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എങ്ങനെയാ വളരുന്നേ എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഈ കാര്യങ്ങൾ പറയട്ടെ. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. അവരുടെ തങ്ങളുടെ പ്രയത്നത്തിന് നല്ല പ്രതിഫലം കിട്ടും. ഒരാൾ വീണാൽ മറ്റേയാൾ എഴുന്നേൽപ്പിക്കും. ഒരുമിച്ച് ഇരിക്കുമ്പോൾ ആ കുളിർ, ആ പ്രയാസങ്ങൾ മാറാനായിട്ട് അത് മതി. മാത്രമല്ല, ആരെങ്കിലും ആക്രമിച്ചാൽ എതിർത്ത് നിൽക്കാൻ പറ്റും. എസ്പെഷ്യലി അതിന്റെ ആ ബന്ധത്തില് കർത്താവ് ഉണ്ടെങ്കിൽ. അവിടെ വരും ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം, നമ്മൾ ആരോട് ഒരു വാക്ക് സംസാരിച്ചാൽ പോലും അതിനകത്തൊരു മുപ്പരിച്ചിരടുണ്ടോ? അതോ നമ്മൾ ചുമ്മാതെ എന്തെങ്കിലും സംസാരിച്ചു പോവാണോ? കർത്താവിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കർത്താവ് അവിടെ തീർച്ചയായിട്ടും നമ്മൾ കർത്താവിന്റെ കൂടെ ഉണ്ട്. കാരണം കർത്താവിന്റെ ആഗ്രഹം എന്തുവാ? നമ്മൾ സംസാരിക്കുന്നതിനകത്ത് കർത്താവ് മഹിമപ്പെടണം, കർത്താവിന്റെ രാജ്യം വ്യാപിക്കണം എന്നുള്ളതാ. ഈ വാക്ക് എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. അപ്പൊ ഇന്ന് രാവിലെ ഞാനത് ഷെയർ ചെയ്യാമെന്ന് കർത്താവ് എനിക്ക് തന്നു. പൗലോസിന്റെ ജീവിതത്തിലും ബൈബിൾ ഉടനീളം കാണുമ്പോഴും അങ്ങനെയാ നമ്മൾ കാണുന്നത്. കർത്താവ് ആരെയെങ്കിലും ഒക്കെ, ദാനിയേലിന്റെ പുസ്തകം നോക്കിയാൽ ദാനിയേലിനെ അവിടെ കൊണ്ടുപോയപ്പോഴും ശദ്രക് മേശക്ക് കൂടെ കൊണ്ടുപോയി. കർത്താവ് ആരെങ്കിലും തരും. ചിലപ്പോൾ നമ്മൾ ഒരിടത്ത് ഒന്നായിട്ട് തോന്നും, പക്ഷെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കർത്താവിനെ പറ്റി ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഷെയർ ചെയ്ത് മറ്റുള്ളവരെയും കൂടെ കർത്താവിലേക്ക് നേടാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കും. ക്രിസ്താവേ, ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ ഭാഗത്തിരുന്ന് വചനം കേൾക്കുന്ന സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാക്കണം കർത്താവേ. മറ്റുള്ളവരുമായിട്ട് അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിച്ച് കർത്താവിനെ കുറിച്ച് പറയുവാനും ഒരുമിച്ച് കർത്താവ് ഞങ്ങൾക്ക് വളരുവാനും ഈ ദിവസങ്ങളിൽ കേട്ട വചനത്തോടെ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പലപ്പോഴും ഞങ്ങൾ സാധിക്കാതെ ഒന്ന് പരാതി പറയുന്നവരായിട്ട് തീരാറുണ്ട് കർത്താവേ. കുറേ ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്നുകൂടി എല്ലാ പ്രിയപ്പെട്ട സ്തോത്രം കർത്താവേ. കേട്ട വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമാറ്റി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ വചനം കേൾക്കാൻ അനുവദിച്ചല്ലോ കർത്താവ്. ഇതൊക്കെ ഞങ്ങളുടെ ദാനമെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് വചനം കൊടുത്തതിനായ സ്തോത്രം കർത്താവേ. ഞങ്ങളിപ്പം പിരിയുന്ന കർത്താവ് പിരിയാത്ത സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം എല്ലാ താഴ്മ വേഷം കൊടുക്കണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.